ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഹെയർ സ്പാ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഹെയർ സ്പാ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. വായ ഹെയർ സ്പാ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഹെയറൊക്കെ നന്നായിട്ട് ഷാമ്പു ഇട്ട് വാഷ് ചെയ്യണം. കസ്റ്റമറെ വാഷിംഗ് ബെഡിലിരുത്തി ഹെയറൊക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്യാം. വെള്ളം ഒഴിച്ച് ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഷാമ്പു എടുത്ത് ഷാമ്പു വാഷ് ചെയ്യണം. നമ്മളിപ്പോൾ എടുക്കുന്ന ഷാമ്പു എഗ്ഗ് ഷാമ്പു ആണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഷാമ്പു എടുത്തിട്ട് ഹെയറിലും സ്കാൽപ്പിലും നന്നായി മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. 2-3 വട്ടമൊക്കെ ഷാമ്പു ഇട്ട് ഷാമ്പു വാഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കസ്റ്റമറുടെ ഹെയറിൽ ഓയിലോ എണ്ണയോ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് കഴുകി കളയണം. എന്നിട്ട് വേണം നമുക്ക് ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങണമെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ എന്തിനാ ഹെയർ സ്പാ ചെയ്യുന്നതെന്ന്. ഹെയർ സ്പാ എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹെയറിൽ ഡാൻഡ്രഫ് ഉണ്ട്. ആ ഡാൻഡ്രഫ് കളയാൻ വേണ്ടിയും അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ നന്നായി മുടി കൊഴിച്ചിലുമുണ്ട്. ആ മുടി കൊഴിച്ചിൽ മാറാനും പിന്നെ ഇപ്പോൾ ആർക്കും ഹെയറിനധികം ഉള്ളും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹെയറിന് കുറച്ച് കട്ടിയും ഉള്ളും വരാൻ വേണ്ടിയാണ് നമ്മൾ ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തിനാ നമ്മൾ ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന്. ഒട്ടും ഉള്ളില്ലാത്തവർക്ക് എല്ലാ മാസവും കുറച്ച് നാൾ അടുപ്പിച്ച് ഹെയർ സ്പാ ചെയ്താൽ അത്യാവശ്യത്തിന് ഉള്ളു വരും. ഇനി നമുക്ക് ഹെയർ സ്പാ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്കാൽപ്പിലേക്ക് ക്രീം എത്തുന്ന രീതിയിൽ തിൻ ലെയർ എടുത്തിട്ട് വേണം ഹെയർ സ്പാ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ, ഹെയറിന് തിക്കില്ലെങ്കിൽ, ഹെയറിന് ഡാമേജ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ഹെയറിൽ വിയർപ്പും പൊടിയും പറ്റി പിടിച്ചിരുന്നിട്ടാണ് നമുക്ക് താരൻ വരുന്നത്. താരൻ വരുമ്പോഴാണ് നമുക്ക് ഹെയർ ഫോളും വരുന്നത്. മുടി കൊഴിച്ചിൽ വരുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല, പാരമ്പര്യം ആണെന്ന് പറഞ്ഞ് നടക്കും. അവസാനം മുടിയെല്ലാം പോയി കഴിയുമ്പോൾ വിഷമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മുടി ഉള്ള സമയത്ത് ആ മുടിയെ നന്നായിട്ട് നോക്കണം. ഡെയിലി നല്ലെണ്ണ തേച്ച് കുളിക്കണം. 2 നേരം സോപ്പ് ഇട്ട് തല കഴുകണം. ആഴ്ചയിൽ 2 ദിവസം ഷാമ്പു ഇട്ട് തല കഴുകണം. ചില കസ്റ്റമേഴ്സ് വരുമ്പോൾ പറയും, ഞങ്ങൾ ആഴ്ചയിൽ 1-2 വട്ടമേ തല കഴുകുകയെന്ന്, അല്ലെങ്കിൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോകത്രേ. നമ്മുടെ മുടി കൊഴിയുന്നത് തന്നെ തലയിൽ വിയർപ്പിരുന്ന് താരൻ വന്നിട്ടാണ്. എങ്ങനെ നോക്കിയാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിയർക്കും. ആ വിയർപ്പ് തലയിൽ വെച്ച് ഒരാഴ്ചയൊക്കെ ഇരുന്നാൽ പിന്നെ എങ്ങനെയാണ് ഇവർക്കൊക്കെ താരൻ വരാതിരിക്കുക? താരൻ വന്നാൽ പിന്നെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? താരൻ വരാതെ നോക്കണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ സ്പാ ക്രീമൊക്കെ ഹെയറിലും സ്കാൽപ്പിലും നന്നായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറും ഹെഡും നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. ഹെഡിലും ഹെയറിലും നന്നായി മസാജ് കൊടുത്താൽ സ്പായുടെ റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എത്ര താരൻ ഉണ്ടെങ്കിലും ഒരു സിറ്റിങ്ങിൽ തന്നെ നമ്മുടെ താരൻ മൊത്തം പോകും. ഹെയറിന് ഉള്ളില്ലെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഉള്ളു വരുന്നത് വരെ ഹെയർ സ്പാ ചെയ്യേണ്ടി വരും. ഇത് കഴിഞ്ഞാൽ ബെറ്റർ ആവും.
ഇപ്പോൾ ഷോപ്പിൽ കസ്റ്റമർ വരുമ്പോൾ അവരുടെ ഹെയർ കാണുമ്പോൾ നമുക്കറിയാലോ താരനുണ്ട്, ഹെയർ ഫോൾ ഉണ്ടെന്നൊക്കെ. അവരോടത് പറയുമ്പോൾ അവർ പറയും അതൊന്നും സാരമില്ല ചേട്ടാ, മുടിയൊക്കെ പോയാൽ മുട്ടയടിച്ച് നടക്കാം എന്നൊക്കെ. നമുക്ക് അവരോട് പറയാനല്ലേ പറ്റൂ. 1 ഇയർ ഒക്കെ ആകുമ്പോൾ ഏകദേശം മുടിയൊക്കെ പോയി പെട്ടയായി തുടങ്ങുമ്പോൾ അവർ വരും, ചേട്ടാ മുടിയൊക്കെ പോയി നമുക്ക് സ്പാ ചെയ്യാമെന്ന് പറഞ്ഞ്. ഇന്ന് ഓടി വന്ന് സ്പാ ചെയ്ത പിറ്റേ ദിവസം മുടി വരുമോ? ഇല്ല. ആദ്യം നമ്മൾ പറയുമ്പോൾ അവരത് കേട്ടെങ്കിൽ 2-3 മാസം അടുപ്പിച്ച് ഹെയർ സ്പാ ചെയ്താൽ അവർക്ക് നല്ല ഉള്ളു വന്നേനെ ഹെയറിന്. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ അവരുടെ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഹെയറിലും സ്കാൽപ്പിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്തു, നല്ലപോലെ ഹെയറും ഹെഡും മസാജും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഹെഡിനും ഹെയറിനും സ്റ്റീം കൊടുക്കാനായിട്ട് ഹെഡ് സ്റ്റീമറിലേക്ക് കസ്റ്റമറെ ഇരുത്തി നന്നായിട്ട് സ്റ്റീം കൊടുക്കണം. സ്റ്റീം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഹെഡും ഹെയറും ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ, താരൻ വന്നാൽ അല്ലെങ്കിൽ ഹെയർ ഫോൾ വന്നാൽ എത്രയും പെട്ടെന്ന് വന്ന് ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് താരനും ഹെയർ ഫോളും എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ നോക്കുക. ഡാൻഡ്രഫും ഹെയർ ഫോളും മാറിക്കഴിഞ്ഞാൽ പിന്നെ ഡാൻഡ്രഫ് വരുമ്പോൾ അല്ലെങ്കിൽ ഹെയർ ഫോൾ വരുമ്പോൾ 1-2 വട്ടം ഹെയർ സ്പാ ചെയ്താൽ ഡാൻഡ്രഫും ഹെയർ ഫോളും മാറും. നമ്മുടെ ഹെയർ നമ്മൾ നോക്കാതെ നടന്നാൽ ഹെയർ പോകുന്തോറും നമുക്ക് സ്പായുടെ എണ്ണവും കൂടും. 2-3 വട്ടം ചെയ്യുന്നതിന് പകരം എല്ലാ മാസവും വന്ന് ചെയ്യണം എന്ന് മാത്രം. നമുക്ക് ഹെയർ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, അല്ലെങ്കിൽ പാരമ്പര്യം ആണ് എന്നും പറഞ്ഞ് നടക്കാമെന്ന് മാത്രം. മുടി പോകുന്നതും പെട്ടയാവുന്നതും പാരമ്പര്യമല്ല, താരൻ വന്നിട്ടാണ് മുടി പോകുന്നത്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളത് ചെയ്യാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുക. അങ്ങനെ പറയാനായിട്ട് പൈസ ചിലവുമില്ല, കഷ്ടപ്പാടുമില്ല. ഇനി നമുക്ക് ഹെയർ സ്പാ ക്രീം വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ തന്നെ നന്നായി ഹെയറിലും സ്കാൽപ്പിലും ചെറിയ രീതിയിൽ മസാജൊക്കെ ചെയ്ത് വാഷ് ചെയ്യാം. അപ്പോൾ ക്രീം ഹെയറിൽ നിന്നും കഴുകുമ്പോൾ നന്നായിട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ ക്രീമൊക്കെ ഹെയറിൽ നിന്നും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസിൽ ഫിംഗർ വെച്ച് ചെറുതായി ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഐ സോക്കറ്റിലും ചെറുതായി ഒന്ന് ഇങ്ങനെ ഫിംഗർ കൊണ്ട് മസാജ് ചെയ്തും കൊടുക്കാം. ഐ സോക്കറ്റിൽ മസാജ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫോർഹെഡിലും ഫിംഗർ വെച്ച് തന്നെ ലൈറ്റായിട്ട് ഒന്ന് മസാജും കൊടുക്കാം. ഫോർഹെഡിലെ മസാജ് കഴിഞ്ഞ് ഫോർഹെഡിൽ നിന്നും നമ്മുടെ മിസ്റ്ററി പോയിന്റുകളിലെല്ലാം ഇതുപോലെ ചെറുതായി പ്രഷർ കൊടുത്ത് ഫിംഗർ മസാജ് ചെയ്യുക. നമ്മളിങ്ങനെ ഫിംഗർ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രഷർ പോയിന്റുകളിലേക്ക് നന്നായിട്ട് രക്തയോട്ടം കിട്ടും. മസാജ് ചെയ്ത് രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനും സ്ട്രെസ്സും നന്നായിട്ട് കുറയും. മിസ്റ്ററി പോയിന്റിലെ മസാജ് കഴിഞ്ഞാൽ നമുക്ക് ഹെഡിലും ഹെയറിലും പ്രഷർ കുറച്ച് ചെറുതായി ഒന്ന് നന്നായി മസാജ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമുക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങാനും പറ്റും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ഇനി നമുക്ക് ഹെയർ ഡ്രൈ വെച്ച് ഉണക്കി കൊടുക്കാം. എൻ്റെ അനുഭവം കൊണ്ട് ഞാനൊരു കാര്യം പറയാം. എല്ലാവരും ഹെയർ ഫോൾ വരുമ്പോൾ ആദ്യം ഓടുന്നത് ഡോക്ടറുടെ അടുത്തേക്കാണ്. സ്പാ ചെയ്താൽ താരനും ഹെയർ ഫോളും മാറുമെന്ന് പറഞ്ഞാലും മിക്ക കസ്റ്റമേഴ്സിനും വിശ്വാസം ഡോക്ടർമാരെയാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും വൈറ്റമിൻ ഡിയുടെ അല്ലെങ്കിൽ എയുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന്. ചില ഡോക്ടർമാർ പറയും സ്കാൽപ്പ് ഡ്രൈ ആവുന്നത് കൊണ്ടാണെന്ന്.
വൈറ്റമിൻ കിട്ടുന്ന ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെഡിസിനും ഷാമ്പുവും ഒക്കെ ഡോക്ടർമാർ കൊടുക്കും. ഡോക്ടറുടെ അടുത്ത് പോയി വന്നിട്ട് അവരുടെ ഒരു ഡയലോഗ് ഉണ്ട്, അതാണ് കേൾക്കേണ്ടത്. ഞങ്ങൾക്ക് സ്പാ ഒന്നും വേണ്ട, ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, ഇപ്പൊ കണ്ടോ മുടിയൊക്കെ വരുന്നത്. ഇവരിപ്പോൾ ഡോക്ടർക്ക് അടുത്ത് പോയി വന്നിട്ട് ആദ്യമൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 3-4 മാസം കഴിയുമ്പോൾ വന്ന മുടിയെല്ലാം മൊത്തം അങ്ങോട്ട് പോകും. അല്ലാതെ ആർക്കും ഡോക്ടറെ അടുത്ത് പോയിട്ട് മുടി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത്ര നാളത്തെ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഡോക്ടറുടെ അടുത്ത് പോയാലേ മുടി വരൂ എന്നുള്ളവർ സ്പാ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഹലോ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.